ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഡേറ്റ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഡേറ്റ കളക്ഷൻ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യനെയർസ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനെയറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എല്ലാ എക്സാംസിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്വസ്റ്റ്യനെയർസ് ലോങ് ആവാനായിട്ട് പാടില്ല. അതായത് വലിയ ക്വസ്റ്റ്യൻസ് ആവരുത്. ഇപ്പൊ ടൂ മച്ച് ആയിട്ട് ലോങ് ആയിട്ട് ലെങ്തി ക്വസ്റ്റ്യൻ ആവുമ്പോൾ അത് മുഴുവൻ നമ്മൾ ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യേണ്ട ആൾ അത് മുഴുവൻ വായിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ പറയണം അത് മുഴുവൻ ഇരുന്ന് കേട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടൊക്കെ അവർ റിപ്ലൈ തരണം. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവർ മടിക്കും റിപ്ലൈ തരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ലീഡിങ് ക്വസ്റ്റ്യനും ആവാൻ പാടില്ല. ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് അവരെ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആവരുത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരിക്കലും ലീഡിങ് ക്വസ്റ്റ്യൻ ആവരുത്. വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. അവർക്ക് അവരുടെ മനസ്സിലുള്ള ആൻസർ അവിടെ പറയാനായിട്ട് സാധിക്കണം. പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും മിനിമം ആയിരിക്കണം. അതായത് നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി 10-100 ക്വസ്റ്റ്യൻ ഒക്കെ ഒരാൾക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് അതിന് ആൻസർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അല്ലെ, അത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം ആയിട്ട് കൊണ്ടുവരണം. ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം ഷോർട്ട് ആക്കണം. പക്ഷേ എങ്കിൽ അതിൽ എല്ലാ കണ്ടന്റും ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഇവരെന്തായി ചോദിച്ചതെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ആൾ ചിന്തിക്കേണ്ട അവസ്ഥ വരരുത്. റെസ്പോണ്ട് ചെയ്യേണ്ട ആൾക്ക് അവരുടെ ഒരു ലിറ്ററസി, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആൾക്കാർ ആരൊക്കെയാണ്, നമ്മളുടെ ഒരു പോപ്പുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് പാർട്ടാണ്, ഏത് എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആൾക്കാരാണ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, ഏത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ്, ഇതൊക്കെ നോക്കിയിട്ട് അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി arranged in an order. അതായത് ക്വസ്റ്റ്യൻസിന് എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ടോപ്പിക് അങ്ങ് എടുത്തിടുകയല്ല. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ പേരൊന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ, ഇപ്പൊ അവർ വർക്ക് റിലേറ്റഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ വർക്കിനെ കുറിച്ച് ആദ്യം ഒന്ന് ചോദിക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Then the series of questions should move from general to specific. അതായത് ആദ്യം നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്, പിന്നീടാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരേണ്ടത്. അപ്പൊ ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഓർഡർ പോകുന്നത്. Then it should be precise and clear. അതായത് ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ബിക്കോസ് അത് അവർക്ക് എന്താണ്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഒരു നല്ലൊരു ക്വസ്റ്റ്യനെയർ, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ വരുമ്പോൾ അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഏരിയ എല്ലാ തവണയും എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എക്സാമിനും മിസ് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിനും. സോ എല്ലാവരും നല്ലപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി ക്വസ്റ്റ്യനെയറിന്റെ കാര്യത്തിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഇനി പൊന്തി വരാനില്ല, നമുക്ക് എല്ലാം ക്ലിയർ ആയല്ലേ. താങ്ക് യു.